അയ്യോടാ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഹേ കുഞ്ഞാപ്പി, നമ്മളിപ്പോ മൈസൂർ പാലസിലാണ് ഗൈസ്. ഡാൻസ് കളിക്കോ? ആ പച്ച പച്ചി ആ പച്ച പച്ചി ഇടാ ഇങ്ങനെ കറങ്ങുമ്പോ ഐ റിയലി മിസ് മൈ ഹസ്ബൻഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മൈസൂർ ട്രിപ്പാണ്. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഫാമിലി ട്രിപ്പാണിത്. നമുക്ക് നല്ല മടി ഉണ്ടായിരുന്നിട്ടോ. പുലർച്ചെ 2 മണിക്കാണ് ഞങ്ങൾ എണീറ്റത്. പക്ഷേ ട്രിപ്പിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മളെല്ലാവരും എണീറ്റ് റെഡി ആയിട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ നിർത്തിട്ടോ. കാരണം നമ്മൾ രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പുലർച്ചെ കഴിഞ്ഞിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചായ കുടിച്ചപ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു കഴിച്ചു. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ പോയ വഴി മൊത്തം ഊട് വഴികളായിരുന്നു കേട്ടോ. മെയിൻ റോഡ് ആയിരുന്നില്ല. അതുകൊണ്ട് അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു. ഫുള്ള് ഭയങ്കര ഇരുട്ടും ഭയങ്കര സൈലൻറ്റും, ഒരാളോ അനക്കോ ഒന്നുമില്ല. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു വണ്ടികളില്ല, നമ്മൾ മാത്രം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭീകരാന്തരീക്ഷം മനസ്സിലാക്കാം. അതുകൊണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു, ടെൻഷനാവുകയും ചെയ്തു. കാരണം ഒരു ഹോൾ ഫാമിലിയിലെ വണ്ടിയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ചെക്ക് പോസ്റ്റ് വരെ എത്തിയിട്ടോ. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴാണ് അച്ഛൻ ആശ്വാസമായത്. കാരണം അപ്പുറത്തൊക്കെ വണ്ടി ലോറിയൊക്കെ കണ്ടപ്പോൾ മനുഷ്യന്മാരും കണ്ടു. പക്ഷേ ആശ്വാസമായി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബോർഡ് കണ്ടു, മുതുമല ടൈഗർ റിസർവ് വെൽക്കംസ് യു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കാരണം പുലിനൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ ഒരു തേങ്ങയും കണ്ടില്ല. ഞങ്ങൾ ആകെ കണ്ടത് പുലി വരുന്നു എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കണ്ടില്ല ഞങ്ങൾ. പിന്നെ കുറേ മാനിനെ കണ്ടു, ആനനെ 2-3 എണ്ണത്തിൻ്റെ ഒക്കെ കണ്ടു. അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടു. അത് ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ടൈഗറിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ കാണാൻ പറ്റിയില്ല. പിന്നെ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എവിടെയും സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. കാരണം എപ്പോഴാണ് നമുക്ക് അറ്റാക്ക് വരാമെന്ന് അറിയില്ല. ഞാൻ ഓരോ വീഡിയോസിൽ കാണുമ്പോൾ മരത്തിൻ്റെ മുകളിൽ പിന്നെ പെട്ടെന്നാണ് പുലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ എവിടെ നിർത്തി ഫോട്ടോസൊന്നും എടുക്കാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നോട്ട് നോക്കാണ്ട് ഒറ്റ പോക്ക് മുന്നോട്ട് പോയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചകൾ കാണാം, പക്ഷെ നിർത്തരുത് വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഇതായിരുന്നു. ഒരുപാട് മാനിനെ കണ്ടു കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ മാനുകൾ മാത്രം അതിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഫോറസ്റ്റിൽ അത്രയും മാനുകളായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബണ്ടിപ്പൂർ ടൈഗർ റിസർവ് വഴിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. അവിടെയും ഒരു ടൈഗറിനെ പോലെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഇഷ്ടംപോലെ ടൈഗറിൻ്റെ വാർണിംഗ് സൈൻ ആയിട്ടുള്ള ബോർഡ് കണ്ടു. ഫോറസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ റോഡിൽ എത്തിയപ്പോഴുണ്ടല്ലോ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു കേട്ടോ. അത് ഞാനിതിൽ കാണിച്ചു തരാവേ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഒരു ഭാഗത്ത് കുറേ സൺഫ്ലവർ നിൽക്കുന്ന കണ്ടേ. ഞങ്ങൾ അപ്പം തന്നെ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ പോയിട്ട് കുറേ ഫോട്ടോസ് എടുക്കാൻ നോക്കി. പക്ഷേ അവിടെ നമ്മൾ ഫോട്ടോസ് എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൈസ ഒക്കെ കൊടുത്ത് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. കാരണം സൂര്യനെ കൊതിച്ച് വന്ന ആ ഒരു സമയമായിരുന്നു. അപ്പോൾ സൂര്യകാന്തി പൂവും സൂര്യനും ഒക്കെ കൂടിയപ്പോൾ ഒരു പ്രകൃതി ഭംഗി കാണാൻ അടിപൊളിയായിരുന്നു. നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ. നമ്മൾ പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിയതാണല്ലോ. ഇപ്പോൾ ഒരു സമയം ഒരു 7:30-8 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലോണം വിശന്ന് തുടങ്ങി. ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ. എങ്കിലും പിള്ളേർക്കൊക്കെ നല്ലോണം വിശപ്പായി, ഞങ്ങൾക്കും നല്ല വിശപ്പായി. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് കാണുന്ന ഹോട്ടലിൽ നിർത്താമെന്ന്. അങ്ങനെ ഫസ്റ്റ് കണ്ട ഹോട്ടൽ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. ഒരു വെജ് ഹോട്ടലായിരുന്നു. അങ്ങനെ അവിടെ നിർത്തി നമ്മൾ എന്തൊക്കെയാ മസാല ദോശ, വട, അങ്ങനെ ഇങ്ങനെ കുറേ സാധനമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പിള്ളേരുടെ പമ്പേഴ്സൊക്കെ മാറ്റി എല്ലാം സെറ്റായിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. മൈസൂരിൽ വരുമ്പോൾ ആരും മിസ് ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അതായത് മൈസൂർ പാലസ്. ഫസ്റ്റ് അത് തന്നെ നമ്മൾ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി. മൈസൂർ പാലസ് എന്നുള്ള ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാലസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് വോഡയ റോയൽ ഫാമിലിയുടെ ഒരു ഒഫീഷ്യൽ റെസിഡൻസ് ആയിരുന്നു. ഈ കാണുന്ന പാലസിന് മുന്നേ ഒരു പാലസ് ഉണ്ടായിരുന്നു. അതൊരു തീപിടുത്തത്തിൽ നശിച്ചപ്പോൾ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിൻ 1912 ഇപ്പോൾ കാണുന്ന പാലസ് കംപ്ലീറ്റ് ചെയ്തത്. ഈ പാലസിന്റെ ആർക്കിടെക്ചർ വളരെ സ്പെഷ്യലാണ്. ഹിന്ദു, മുസ്ലിം, രാജ്പുത്, ഗോത്തിക് എല്ലാ സ്റ്റൈൽസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റണ്ണിങ് ഡിസൈനാണിത്. അകത്ത് കയറിയ വലിയ വലിയ മനോഹരമായിട്ടുള്ള ഹാൾസ് കാണാം, റോയൽ ഫർണിച്ചേഴ്സ് കാണാം, പെയിൻറ്റിങ്സും ഒക്കെ കാണാൻ പറ്റും. എവ്രി കോർണർ ടെൽസ് എ സ്റ്റോറി ഫ്രം ദി റോയൽ എറ. മൈസൂർ പാലസിനെ ഏറ്റവും ഫേമസ് ആക്കുന്നത് ദസറ ഫെസ്റ്റിവലാണ്. ആ ഒരു സമയത്തുണ്ടല്ലോ 1000 കണക്കിന് ലൈറ്റ് തെളിയിക്കും കേട്ടോ അവിടെ. രാത്രിയൊക്കെ അത് കാണാൻ ശരിക്കും ഫെയറി ടെയിൽസ് പോലെയാണെന്നാണ് പറയുന്നത് അവിടുത്തെ ആൾക്കാർ. അത് കാണാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പോയി കാണാം കേട്ടോ. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മൈസൂർ പാലസ് വന്ന് വിസിറ്റ് ചെയ്യണത്. അതുകൊണ്ടൊക്കെ
ഇതൊക്കെ തന്നെയാണ് മൈസൂർ പാലസ് ഇന്ത്യയിലെ ഏറ്റവും അട്രാക്റ്റീവ് പാലസ് ആയിട്ടും കണക്കാക്കുന്നത്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ മൈസൂരിൽ വരുമ്പോൾ ഈ ഒരു ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ബ്യൂട്ടി എല്ലാം ഒത്തുചേരുന്ന ഈ ഒരു പാലസ് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനുള്ളിൽ നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചു. പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ജ്യൂസൊക്കെ കുടിച്ച് സെറ്റാക്കിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന്. ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചത്. പിന്നെ ഓരോരുത്തരും വേറെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസ് കാരണം നല്ല ക്ഷീണമായിരുന്നു. ഞാൻ എൻ്റെയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഗൈസ്. അടുത്തത് നമ്മൾ പോകാൻ പോണത് സൂയിലേക്കാണ്. പാലസിൽ നടന്നിട്ട് തന്നെ വയ്യാണ്ടായി. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ പൊന്നോ എന്തോരം നടക്കാനല്ലേ. അവിടെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ നടക്കാൻ പറ്റാത്തവരല്ലേ, കുറേ നടന്ന ക്ഷീണാവും എന്നുള്ളവർക്കൊക്കെ ആ ഒരു കാർ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെയും എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് സാവധാനം ഓരോന്ന് കാണാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. ബാ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാരണ സൂ അല്ല. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂകളിൽ ഒന്നാണ് ഇത്. ഈ ഒരു സൂ ഉണ്ടല്ലോ പണ്ട് രാജാവിന് വേണ്ടിയിട്ട്, അതായത് മൈസൂർ രാജാവിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്. ആദ്യം റോയൽ ഫാമിലിക്ക് ആയിട്ട് ഒരു സ്മോൾ കളക്ഷൻസ് ഓഫ് അനിമൽസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് പബ്ലിക്കിലേക്ക് ഇത് ഓപ്പൺ ആക്കി കൊടുത്തത്. 130 വർഷത്തിലേറെ ചരിത്രമുള്ള ഈ ഒരു സൂ ഉണ്ടല്ലോ ഇന്നും മില്യൺസ് ഓഫ് വിസിറ്റേഴ്സിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു സൂവിൽ പ്രത്യേകത ഞാൻ കണ്ടത് എന്താ വെച്ചാണല്ലോ, സാധാരണ സൂലൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കൂട്ടിലൊക്കെ ഇട്ടിട്ടായിരിക്കും മൃഗങ്ങളൊക്കെ വളർത്തുന്നതും കാഴ്ചയ്ക്ക് വെക്കുന്നതും. പക്ഷേ ഈ ഒരു സൂവിൽ വലിയൊരു സ്പേസിലാണ് അവരെ ഇട്ടേക്കുന്നത്. സോ അത് അവർക്ക് ഭയങ്കര ഒരു ഫ്രീലി അവർക്ക് മൂവ് ചെയ്യാനും ഒക്കേതിനും പറ്റും. പിന്നെ വരുന്ന വഴിക്ക് പുലിയും സിംഹത്തിനും ഒക്കെ കാണാത്തതിൻ്റെ വിഷമം തീർന്നു. കാരണം ഇവിടെ ഞാൻ അടുത്ത് നിന്ന് ടൈഗറിനെ കണ്ടു ഗൈസ്. കാരണം ടൈഗർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചില്ല് വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കുറേ നേരം നിന്നിട്ടോ. അത് കാണാൻ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ പുലിനെ കണ്ടുട്ടോ. പക്ഷെ ഒരൊറ്റ സിംഹത്തിനെ കണ്ടുള്ളൂ. ആ സിംഹം ലൈക്ക് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള സിംഹം തോന്നുന്നു. ഭയങ്കര ഇങ്ങനെ ടയേർഡായിട്ട് കിടക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. ആ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാട്ടോ. നല്ല ലേറ്റായി, 3:30 ആയിട്ടോ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകുമ്പോൾ. പക്ഷേ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ ഹോട്ടലിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഇതാട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. പിന്നെ ഈ ഒരു ട്രിപ്പ് ഫുൾ ചേട്ടൻ്റെ വകയായിരുന്നു കേട്ടോ. ചേട്ടനാണ് ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൊണ്ടുപോയത് ട്രിപ്പിന്. ഹോട്ടൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഹോട്ടൽ. പിന്നെ അതിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സോ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകട്ടോ. ഞാനും ചേട്ടനും ചേച്ചി മാത്രമാണ് പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക്. കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് സ്വിമ്മിംഗ് പൂളിലാണ്. ചേട്ടന് മാത്രം നീന്താൻ അറിയുള്ളൂ, എനിക്കും ചേച്ചിക്ക് നീന്താൻ അറിയില്ല. ഞങ്ങൾ അവിടെ എന്തൊക്കെയോ കൈയും കാലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ റീൽസ് എടുത്തു ഞാനും ചേച്ചി കേട്ടോ. ആ സ്വിമ്മിംഗ് പൂളിൽ അത്ര ആഴം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും എന്തൊക്കെയോ അതിൽ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം കുറേ നാളായിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോകാത്തതായിരുന്നു. സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ അവിടെയും കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ഒരു ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. കാരണം അച്ഛനൊരു പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കിടന്നുറങ്ങാനോ അവിടെ കിടക്കാനോ അല്ല വരേണ്ടത്, നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണണം എന്നാണ് പറയുക. അതുകൊണ്ട് അച്ഛനൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. ആ സ്ഥലങ്ങൾ ഫുള്ള് കവർ ചെയ്തിട്ടേ അച്ഛൻ ആ സ്ഥലത്ത് നിന്ന് വരുള്ളൂ. നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പാലസിലേക്ക് പോയിട്ടോ. ഉള്ളിലേക്ക് കയറി പുറത്താണ് നിന്നത്. പക്ഷേ ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകും. പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കുതിരയിൽ കയറാൻ വിചാരിച്ചു. കാരണം പിള്ളേർക്ക് കുതിരയിൽ കയറാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല പിള്ളേരുടെ അമ്മമാർക്കും അമ്മാമ്മയ്ക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കുതിരേനെ കണ്ട് റേറ്റ് നല്ല റേറ്റ് ആട്ടോ പറഞ്ഞത്. അങ്ങനെ ഒരാളിൽ റേറ്റ് സെറ്റായി. ഞങ്ങൾ ബാർഗൻ ചെയ്ത് സെറ്റ് ആക്കിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഈ കുതിരയിൽ കയറി ഒരു കുതിര സവാരിയൊക്കെ നടത്തി. തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോയിട്ടോ. എല്ലാവരും ഒന്നും ഫുഡ് കഴിച്ചില്ല, കുറച്ച് പേരെ ഫുഡ് കഴിച്ചുള്ളൂ. അതും ഞാനും ചേച്ചിയൊക്കെ ഫീഡ് ചെയ്യുന്ന കാരണമാണ് ഞങ്ങൾ കഴിച്ചത്. വേറെ ആരും അങ്ങനെ കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് പോയി കഴിച്ചു. പിന്നെ നല്ലൊരു സുഖസുന്ദരമായിട്ടുള്ള ഉറക്കമൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം നമുക്കൊരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മളിനി പോണത്. ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ ഞങ്ങളൊക്കെ നല്ലോണം ഫുഡ് തട്ടി. അവിടുത്തെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇവറ്റങ്ങൾ എന്താ ഫുഡ് കാണാണ്ട് വന്നവരാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം നല്ല ഫുഡായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ റെഡി ആവാൻ പോവാണ്. പാക്കിംഗ് ഒക്കെ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് ഞങ്ങളിതാ റെഡിയായി.
പോണ വഴിക്ക് നമ്മളൊരു മാർക്കറ്റിൽ കയറിയിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടോ. ഡ്രസ്സ്, മാല ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. കുറേ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്തു. ഞങ്ങൾക്ക് 3 ആൾക്കും ഒരുമിച്ച്, അതായത് എനിക്ക്, അമ്മയ്ക്ക്, ചേച്ചിക്ക് ഒരുമിച്ചുള്ളൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കൊടൈക്കനാൽ പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കൊടൈക്കനാലിൻ്റെ ഫുൾ വീഡിയോ. കാണാത്തവർ ഡൂ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ലാസ്റ്റ് 3 ആൾ ഒരുമിച്ച് ഒരു ബ്ലൂ കളർ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ നിന്ന് മേടിച്ച ഡ്രസ്സ് കേട്ടോ. പിന്നെ കുഞ്ഞാപ്പിക്ക് ചേച്ചിയുടെ വക 2-3 ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തുട്ടോ. ഈ അച്ഛൻ കുഞ്ഞാപ്പിയുടെ ഹെയർ ബാൻഡ് വെച്ച് നടക്കുക. കുഞ്ഞാപ്പിക്ക് മേടിച്ചതാണ്. കുഞ്ഞാപ്പി അത് വെക്കുന്നില്ല. അപ്പം അച്ഛന് പ്രാന്തടക്കി അച്ഛനെടുത്ത് വെച്ചു. അത് നമ്മൾ തിരിച്ചു പോണതും വന്ന വഴിക്കാണ്. അങ്ങനെ വന്ന വഴിക്ക് പോകുമ്പോഴും ഞങ്ങൾ വിചാരിച്ചു ചിലപ്പം പുലിനെ കണ്ടാലോ എന്ന്. അപ്പോഴും കണ്ടില്ല. കുറേ കുരങ്ങന്മാരെ ആ സമയത്ത് കണ്ടുട്ടോ. രാവിലെ ഒന്നും കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഈ അച്ഛനാണെങ്കിൽ ഗ്ലാസ് തുറന്നിട്ടിട്ട് ഒരു കുരങ്ങൻ ചാടാൻ വന്നു. എന്നിട്ട് അച്ഛൻ തട്ടിയിട്ടാണ് അത് പോയത്. അതിനുശേഷം പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് കുറച്ച് ദിവസത്തേക്ക് പിള്ളേർ ഇത് തന്നെയായിരുന്നു. അച്ഛൻ തട്ടി കൊങ്ങാൻ പോയി, അച്ഛൻ തട്ടി കൊങ്ങാൻ പോയി, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. പിന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴുണ്ടല്ലോ, ഉച്ച സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉച്ചക്കലത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 മണി 5 മണിയായപ്പോൾ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. എൻ്റെ പൊന്നേ, പഴംപൊരി എന്ത് ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ത്രൂ ഔട്ട് ജേർണിയിലത്തെ ഫുഡ് ഒക്കെ അടിപൊളി ഫുഡായിരുന്നു. ഏറ്റവും എനിക്ക് ഇഷ്ടമായത് പഴംപൊരി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി പഴംപൊരി. ഞാൻ 2 എണ്ണമൊക്കെ മേടിച്ച് കഴിച്ചു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വിശന്നിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, കാരണം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴംപൊരിയൊക്കെ. പിന്നെ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങി ഗൈസ്. അങ്ങനെ കുറേ നല്ല ഓർമ്മകളും ഫോട്ടോസും അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തി. ഒരു കുഴപ്പമില്ലാണ്ട് എത്തിയിട്ടോ വീട്ടിൽ. ഈ ട്രിപ്പ് ആക്ച്വലി ഞങ്ങൾക്കൊരു വെക്കേഷൻ മാത്രമായിരുന്നില്ല. ഫാമിലിയുടെ ഒപ്പം ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ചിലവഴിക്കുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. കാരണം ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ഹസ്ബൻഡ് മാത്രമേ രാജസ്ഥാനിലായിരുന്നു. അപ്പോൾ ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഒരു ഫാമിലി ഒരുമിച്ചുള്ളൊരു കുറച്ച് സമയങ്ങളായിരുന്നു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള യാത്രകളാണ് പിന്നീട് ഓർമ്മകളായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കല്ല കേട്ടോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കും അതൊരു ഹാപ്പിനെസ് ആവും, എനിക്കും അതൊരു പ്രചോദനമാവും പുതിയ വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.